നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനാണ് ബീർബൽ. അദ്ദേഹം ഒരു സാധു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് മഹേഷ് ദാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. മഹേഷ് ദാസിൻ്റെ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ അക്ബർ രാജാവ് അദ്ദേഹത്തെ തൻ്റെ സദസ്സിനാക്കുകയും ബീർബൽ എന്ന പേരിൽ മഹേഷ് ദാസ് ആയി മാറുകയും ചെയ്തു. നവരത്നങ്ങളിൽ ഒരാളാണ്. രാജാവിനെ ഉപദേശിക്കുകയും തിരുത്തുകയും വിമർശിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ബീർബലിൻ്റെ കടമയായി മാറി. ബീർബൽ എന്ന പേര് ലഭിക്കുവാനുണ്ടായ ആ കഥയാണിന്ന് പറയുന്നത്. മഹേഷ് ദാസ് എന്ന ബ്രാഹ്മണ ബാലൻ അക്ബർ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് രാജകൊട്ടാരത്തിലെത്തി. എന്നാൽ മഹേഷ് ദാസിനെ രാജാവിൻ്റെ സമീപത്തേക്ക് കടത്തിവിടുവാൻ കൊട്ടാരം കാവൽക്കാരൻ തയ്യാറായില്ല. കൊട്ടാരം കാവൽക്കാരനും മഹേഷ് ദാസും തമ്മിൽ ദീർഘമായ വാഗ്വാദമുണ്ടായി. ഒടുവിൽ അക്ബർ മഹാരാജാവ് നൽകിയ രത്നമോതിരം തെളിവായി കാണിച്ചപ്പോഴാണ് കാവൽക്കാരൻ അല്പമൊന്ന് അയഞ്ഞത്. രാജാവിനെ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം നൽകുന്നത് എന്തായാലും അതിൻ്റെ പാതി തനിക്ക് തരണമെന്ന വ്യവസ്ഥയിൽ കാവൽക്കാരൻ മഹേഷ് ദാസിനെ അകത്തു പോകാൻ അനുവദിച്ചു. രാജധാനിയിലെത്തിയ മഹേഷ് ദാസിനെ അക്ബർ മഹാരാജാവ് തിരിച്ചറിഞ്ഞു. അവനാവശ്യമുള്ളത് എന്തും നൽകാൻ അദ്ദേഹം ഉത്തരവിട്ടു. അപ്പോൾ രാജാവിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മഹേഷ് ദാസ് പറഞ്ഞു, മഹാരാജാവേ, എനിക്കൊരാഗ്രഹമേ ഉള്ളൂ. എനിക്കിവിടെ വെച്ച് 100 അടി നൽകാൻ അങ്ങ് ഉത്തരവിടണം. ബ്രാഹ്മണ ബാലനായ മഹേഷ് ദാസിൻ്റെ ആവശ്യം രാജാവിനെ അമ്പരിപ്പിച്ചു. യാതൊരു തെറ്റും ചെയ്യാത്ത ഈ ബാലനെ അടിക്കാൻ ഉത്തരവിടുന്നത് എങ്ങനെയെന്ന് അദ്ദേഹം ആലോചിച്ചു. എന്നാൽ മഹേഷ് ദാസ് തൻ്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. ഗത്യന്തരമില്ലാതെ രാജാവ് അങ്ങനെ തന്നെ കൽപ്പിച്ചു. അപ്പോൾ ഒരു ഭടൻ ചാട്ടാവാറുമായി എത്തി മഹേഷ് ദാസിനെ തല്ലുവാൻ തുടങ്ങി. യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ ഓരോ അടിയും ഏറ്റുവാങ്ങി. 50 അടി കൊണ്ടു കഴിഞ്ഞതും മഹേഷ് ദാസ് വിളിച്ചു പറഞ്ഞു, മഹാരാജാവേ, നിർത്തണം. ബാക്കിയുള്ള 50 അടി അങ്ങയുടെ കൊട്ടാരം കാവൽക്കാരൻ നൽകുവാൻ ദയവുണ്ടാവണം. എനിക്കിവിടെ നിന്ന് കിട്ടുന്നത് എന്തായാലും അതിൻ്റെ പകുതി അദ്ദേഹത്തിന് നൽകാമെന്ന് സമ്മതിപ്പിച്ചപ്പോഴാണ് എന്നെ ഇങ്ങോട്ട് വിട്ടത്. അത് കേട്ടപ്പോൾ രാജാവിന് സംഗതി മുഴുവനും മനസ്സിലായി. മഹേഷ് ദാസിനെ അദ്ദേഹം തൻ്റെ സദസ്സിൽ അംഗമാക്കുകയും കൈക്കൂലിക്കാരനായ കാവൽക്കാരന് 100 അടി ശിക്ഷ വിധിക്കുകയും അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ബുദ്ധിമാനായ മഹേഷ് ദാസിനെ അന്നു മുതൽ ബീർബൽ എന്നറിയപ്പെടുമെന്ന് അക്ബർ മഹാരാജാവ് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് മഹേഷ് ദാസ് അക്ബർ മഹാരാജാവിൻ്റെ സദസ്സിൽ ബീർബൽ എന്ന പേരിൽ ആ പണ്ഡിത സദസ്സിൽ നവരത്നങ്ങളിൽ ഒരാളായി തിളങ്ങി നിന്നത്. ഇത് ബീർബലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.